അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ ഇജക്റ്റഡ് ആയിരിക്കുകയാണ്. അതെ, നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പ്ലാച്ചി ബിഗ് ബോസ് വീട്ടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. അവിടെ തലതല്ലി കരയുന്നുണ്ടായിരുന്നു അനുമോള് 5 മിനിറ്റിലേക്ക് മാത്രം. അപ്പം ബിഗ് ബോസിന്റെ ഹോട്ടൽ ടാസ്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഗസ്റ്റ് ആയിട്ട് വന്നത് ഷിയാസും അതുപോലെ തന്നെ ശോഭ വിശ്വനാഥുമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക്? കാരണം സീസൺ 5ലും സീസൺ 6ലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ലെവലിലേക്ക്, അതിന്റെ പകുതി ലെവലിലേക്ക് എത്താത്ത ഒരു ഹോട്ടൽ ടാസ്ക് ആയിരുന്നു. പക്ഷെ അതിനേക്കാൾ മോശമായി പോയില്ലേ ഈ ഹോട്ടൽ ടാസ്ക് എന്ന് എനിക്ക് ഫീൽ ചെയ്യാതിരിക്കുന്നില്ല. എന്നാലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പം ലാലേട്ടൻ പറഞ്ഞതുപോലെ ഈ വീക്ക്ലി ടാസ്ക് ബിഗ് ബോസ് ഹോട്ടലാണ്. അപ്പം ബിഗ് ബോസിന്റെ ക്ലാസിക് ടാസ്ക് തന്നെയാണ്, വീക്ക്ലി ടാസ്ക് തന്നെയാണ് ഹോട്ടൽ ടാസ്ക്. എല്ലാ സീസണിലും നടക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ എന്റെ ഫേവറേറ്റ് സീസൺ 4ലെ ഹോട്ടൽ ടാസ്ക് ആണെന്ന് എടുത്ത് ഞാൻ പറയും. അപ്പം ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. അനീഷ് ലെറ്റർ വായിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരുടെയും എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ബിഗ് ബോസ് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇവർക്ക് കോയിൻ അല്ല, സ്റ്റാർ ആയിരിക്കും കൊടുക്കുന്നത്. ഈ സ്റ്റാർ കൂടുതൽ എടുക്കുന്നയാൾ ക്യാപ്റ്റൻസിയിലേക്ക് ഡയറക്ട്ലി നോമിനേറ്റഡ് ആകും. പ്ലസ് സ്റ്റാർ വാല്യൂ അനുസരിച്ച് ഇവർ ലക്ഷറി പണിപ്പുര ടാസ്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇവർക്ക് ഓരോ പദവികളുണ്ട്. അതിൽ ഏറ്റവും വലിയ പണി കിട്ടിയ അനീഷിനും അക്ബറിനും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും ഈ ഒരു ഹോട്ടൽ ടാസ്കിലൂടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ കഥാപാത്രങ്ങൾ നോക്കാം. അപ്പം ആദില എന്ന് പറയുന്നത് ഈ ഹോട്ടലിലെ മുതലാളിയുടെ മകളാണ്, ദൂർത്തടിക്കുന്ന മകളാണ്. ആൻഡ് അടുത്തത് ആര്യൻ എന്ന് പറയുന്നത് കോഴിയായിട്ടുള്ള ഈ മുതലാളിയുടെ മോളുടെ ഫ്രണ്ടാണ്. ആൻഡ് അനുമോള് മാനേജറും, ലക്ഷ്മി എന്ന് പറയുന്നത് ജനറൽ മാനേജറുമാണ്. ജനറൽ മാനേജർ തൊട്ട് ഹയറാർക്കി അനുസരിച്ച് ജനറൽ മാനേജറിന് തൊട്ട് താഴെയാണ് അനുമോളാണ് എല്ലാ കാര്യങ്ങളും ജനറൽ മാനേജറിനെ ബോധ്യപ്പെടുത്തുന്നത്. ആൻഡ് റെനയും അക്ബറും അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ്. അതായത് ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് ഈ അസിസ്റ്റന്റ് മാനേജേഴ്സ് ആണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അനുമോള് മാനേജർ അനുമോൾക്ക് പോയി റിപ്പോർട്ട് ചെയ്യും. അനുമോൾ റിപ്പോർട്ട് ജനറൽ മാനേജർക്കും കൊടുക്കും. ഇതിനുശേഷം ബിന്നി ചീഫ് ഷെഫാണ്. നമ്മുടെ ഒനിയിലും ജിഷിനും അസിസ്റ്റന്റ് ഷെഫാണ്. ജിസൈൽ സെക്യൂരിറ്റിയാണ്. റഷ്യയിൽ പോയി പരിശീലനം കിട്ടിയ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റിയാണ് ജിസൈൽ. അക്ബറും നൂറും ജാനിറ്റേഴ്സ് ആണ്. നെവിൻ ഡോക്ടറാണ്. അനീഷും ഷാനവാസും ഹൗസ് കീപ്പേഴ്സ് ആണ്. ആൻഡ് സാബുമാന് പറ്റിയൊരു ഇതാണ് കിട്ടിയത്. സാബുമാൻ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു സ്റ്റാച്ചു ആണ് സാബുമാൻ. ഇവിടെ ഒരു മാജിക്കൽ സ്റ്റാച്ചു ആയിട്ടാണ് നിൽക്കുന്നത്. കോയിൻ ഇടുമ്പോൾ സ്റ്റാച്ചു അനങ്ങും 5 മിനിറ്റത്തേക്ക് മാത്രം. ഇതാണ് ഇവരുടെ ഇത്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ പറ്റിയ ഒരു ലെവൽ, അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മുടെ ഷിയാസും ശോഭയും വീട്ടിലേക്ക് വരികയാണ്. എല്ലാവരും കൂടെ സ്വീകരിക്കുന്നു, പൂവർന്ന് സ്വീകരിക്കുന്നു, ബൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നു. ശോഭ വന്ന ഉടനെ തന്നെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഷോഫ് എന്ന് പറയുമ്പോൾ ശോഭ കറക്റ്റ്ലി ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം കളിച്ചാണ് ശോഭ അവിടെ നിൽക്കുന്നത്. ക്ലിയർലി ചാലഞ്ചേഴ്സ് ആയിട്ടാണ് അവർ രണ്ടുപേരും വന്നിട്ടുള്ളത്. മാത്രമല്ല എല്ലാവർക്കും ഹിഞ്ചുകൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, ചിലർക്കൊന്നും മനസ്സിലായിട്ടേ ഇല്ല. അതിൽ ഏറ്റവും വലിയ ഹിഞ്ചാണെന്ന് എന്താണെന്നല്ലേ പറയാം. അങ്ങനെ ഹോട്ടൽ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. വന്നിട്ട് അവരെല്ലാവരും പരിചയപ്പെടുന്നു, ഹോട്ടലൊക്കെ കാണുന്നു, ഷോഫൊക്കെ കാണിക്കുന്നു. ഷോഫ് കാണിക്കുന്നുണ്ട്, ഷിയാസ് ഷോഫ് കാണിക്കുന്നുണ്ട്. ഇവിടെ നിവൃത്തിയില്ല, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ എല്ലാവരും നമ്മൾ ലിവിങ് ഏരിയയിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ഇവർ രണ്ടുപേരും സ്വാഗതം ചെയ്യാണ്. അങ്ങനെ ലക്ഷ്മി കിട്ടാണ് ശോഭയുടെ താങ്. ലക്ഷ്മി കിട്ടാണ് പണി അത്ര ശോഭ കൊടുക്കുന്നത്. ജനറൽ മാനേജർ എൻ്റെ അടുത്തേക്ക് വരുമ്പം ഒരു വല്ലാത്തൊരു അസ്വസ്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ തന്നെ പോയി കുളിച്ചിട്ട് വരും. 10 പ്രാവശ്യം എനിക്ക് കുളിക്കാൻ പറയുന്നുണ്ട് ലക്ഷ്മിനെ വല്ലാണ്ട് ഒരു ബുള്ളി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് അതിനുശേഷം ഇവർക്ക് ശോഭയ്ക്കും ഷിയാസിനും അവരുടെ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ശോഭ എന്ന് പറഞ്ഞാൽ ഡയമണ്ട് മെർച്ചന്റ് ആണ്. ഷിയാസ് എന്ന് പറഞ്ഞാൽ കാറ് കമ്പനി നടത്തുന്ന ഒരാളാണ്. ആൻഡ് അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് ശോഭ നല്ലതുപോലെ ഹിഞ്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഓരോരുത്തർ കുത്തി ഹിഞ്ച് കൊടുക്കുന്നുണ്ട്. ആര്യനെ കൊണ്ട് സാരി തുമ്പ് വരെ പിടിപ്പിച്ചിട്ട്
ഹിഞ്ച് കൊടുത്തിട്ടുണ്ട് നമ്മളെ ശോഭ. പക്ഷെ ആര്യൻ ഇപ്പോഴും മണ്ടം കളിച്ച് കിടക്കാണ്. എനിക്ക് അവിടെ ഏറ്റവും ഉള്ള കാര്യം പറഞ്ഞാൽ ടാസ്ക് ഇവരെ കുളവാക്കി, അത് വേറെ കാര്യം. ഏറ്റവും കൂടുതൽ മോശമായിട്ട് പെർഫോം ചെയ്തത് ആര്യൻ മാത്രമാണ്. ആര്യൻ മണ്ടത്തരത്തിന്റെ എക്സ്ട്രീം ആര്യനവിടെ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ ഹിഞ്ചൊക്കെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്, പ്രത്യേകിച്ച് അനുമോക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് അങ്ങനെ എന്താണ് ശോഭ അവിടെ ഓരോ പോയൊക്കെ കാണുന്നുണ്ട്, ഓരോരുത്തരും ട്രിഗർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആദിലെ കൊണ്ട് നൂറെ പ്രപ്പോസ് ചെയ്യിപ്പിച്ചു. അവരെ അവിടെ ഇരിക്കുമ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ഇവർ അവരുടെ ജോലി നോക്കാതെ ഇവരാണ് ഗസ്റ്റിന്റെ പുറകെ നടക്കണം. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് സാധാരണ അവരവരുടെ ജോലി നോക്കണം, ഷെഫിന്റെ ജോലി നോക്കണം. ഇതിലാകെ സ്വന്തം ജോലി നോക്കിയത് ഒരാൾ മാത്രമേ ഉള്ളൂ, സാബുമാൻ മാത്രമേ ഉള്ളൂ. വേറെ ഒരൊറ്റ മനുഷ്യന് സ്വന്തം ജോലി നോക്കിയിട്ട് സാബുമാൻ അവിടെ പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം ആ തണ്ടും പിടിച്ചുകൊണ്ട് ഒരൊറ്റ നിപ്പ്. സാബുമാൻ അല്ലാതെ കറക്റ്റ്ലി ആ ക്യാരക്ടർ അനുസരിച്ച് പെർഫോം വേറെ ആരും ചെയ്തിട്ടില്ല. ടു ബി വെരി ഫ്രാങ്ക്, സാബുമാൻ അല്ലാതെ വേറെ ആരും ചെയ്തിട്ടില്ല. സാബുമാൻ വലിയ ഇതും ഇല്ല, അത് വേറെ കാര്യം. ആൻഡ് പ്രപ്പോസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് നൂറെ കൊണ്ട്. പക്ഷെ ലക്ഷ്മിക്കിട്ട് നല്ലോണം ആ സമയത്ത് നല്ലോണം താങ്ങുന്നുണ്ട്, നല്ലോണം കൊടുക്കുന്നുണ്ട്, കുത്തി കൊടുക്കുന്നുണ്ട്, എല്ലാരും ചേർന്ന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ആദിലയും നൂറയും ലക്ഷ്മിക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റൂല. ആദിലയും നൂറയും ലക്ഷ്മിക്കെതിരെ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെ പോയാൽ ലക്ഷ്മി പോസിറ്റീവാ. ഇങ്ങനെ എല്ലാവരും കൂടെ എടുത്ത് ബുള്ളി ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി പോസിറ്റീവാ, സീരിയസ്ലി പോസിറ്റീവാ. ഇനിയാണ് ഏറ്റവും ദ ഹൈലൈറ്റ് ഓഫ് ദിസ് സീസൺ. അതായത് നമ്മുടെ പ്ലാച്ചി ഇജക്റ്റഡ് ആയിരിക്കുകയാണ്. ഷിയാസ് വന്നിട്ട് അനിമോളെ വിളിച്ചിട്ട് എവിടെ നിന്റെ ബെഡ് എവിടെ. അപ്പം അനിമോൾ ബെഡ് കാണിച്ചു കൊടുക്കും, എന്താ ബ്രെഡ്, പ്ലാച്ചി ഇട്. അപ്പൊ പ്ലാച്ചി എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അവര് ഷിയാസും അനിമോളും അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ഷിയാസ് അനിമോളുടെ സ്റ്റാൻഡാണ്, അനിമോളുടെ ഫ്രണ്ടാണ് ഷിയാസ്. എനിക്ക് തോന്നുന്നത് എല്ലാ ഗെയിമും ഒക്കെ അനിമോൾക്ക് ഷിയാസ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ എനിക്ക് വിട്ടത്. ഷിയാസൊക്കെ കറക്റ്റ്ലി ഇത് പറഞ്ഞു കൊടുത്തിട്ട് തന്നെ എനിക്ക് വിട്ടത്. അങ്ങനെ അനിമോളെ പ്ലാച്ചി എടുത്തുകൊണ്ട് പോയിട്ട് അപ്പൊ അക്ബർ പറയുന്നുണ്ട്, സാർ എറിയുമ്പോൾ നല്ല വലിച്ചെറിയണം കേട്ടോ എന്ന് അക്ബർ ഇടയ്ക്ക് പറയുന്നുണ്ട്. അങ്ങനെ പ്ലാച്ചി എന്ത് ചെയ്തു, പ്ലാച്ചിയെ ഒരൊറ്റ എറിയില് വീടിന് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ് ഷിയാസ്. അങ്ങനെ പ്ലാച്ചി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, അവിടെ നിൽക്കുന്നവരെക്കാൾ ഒരു ഫാൻ ബേസ് പ്ലാച്ചിക്കൊണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സീരിയസ്ലി ആ ഒരു ചെടി ബിയറിന് സാബുമാനേക്കാൾ സ്ക്രീൻ സ്പേസ് ആ ചെടി ബിയറിനുണ്ട്, അത് വേറെ കാര്യം. എന്നാലും ആ ഒരു ചെടി ബിയർ അത് ഇത്ര വൈറല ഒരു ചെടി ബിയറാണ്. ഒരു ചെടി ബിയർ ആ ഒരു പ്രമോ വന്നതിന് ശേഷം ഭയങ്കര വൈറലാണ് ആ ഒരു ചെടി ബിയർ. സീരിയസ്ലി അതിന് ഇത്ര ഫാൻ ബേസോ? അനിമോളെക്കാട്ട് ഫാൻ ബേസ് ഉണ്ട് ചെടിക്ക്. സീരിയസ്ലി അതിന് ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ചെടി ബിയർ വരെ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെക്കാട്ടിലും സ്ക്രീൻ സ്പേസും മറ്റുള്ളവരെക്കാട്ടും നിൽക്കാൻ യോഗ്യത ആ ചെടി ബിയറിനുണ്ടെന്ന് ഫീൽ ചെയ്യിപ്പിച്ചു. സീരിയസ്ലി ഇന്നത്തെ ആ ഒരു ഇതില് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ആ ചെടി ബിയർ എടുത്ത് എറിയുന്നുണ്ട്, ചാച്ച പറഞ്ഞ് പോയി. ആൻഡ് അപ്പൊ തന്നെ അനിമോൾ പൊട്ടി കരയുന്നുണ്ട്, അവിടെ തലയൊക്കെ അടിച്ച് കരയുന്നുണ്ട്, ഷിയാസിനെ ഉള്ളിയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ പോയിട്ട് ബാത്റൂമിനകത്ത് പോയി കരയുന്നുണ്ട്. അപ്പം ശോഭ പോയിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇതെന്താണ് ഇങ്ങനെ കരയേണ്ട, ഇത് കരയാനാണ് ഇവിടെ വന്നത്, ഹിഞ്ചാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, അവിടെ കൊടുത്തിരിക്കുന്ന ഹിന്റുകൾ ഏറ്റവും കൂടുതൽ മനസ്സിലായിട്ടുള്ള അനിമോക്കാണ്. അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും, അനിമോക്കാണ് ഹിഞ്ച് എന്തെങ്കിലുമൊക്കെ ഹിഞ്ച് മനസ്സിലായിട്ടുള്ളത്. മെയിൻലി മനസ്സിലായിട്ടുള്ള അനിമോൾക്കാണ്. ബിന്നിക്കും അറിയാം, ബിന്നിക്കും മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം. എല്ലാവരും ഹിഞ്ച് അറിഞ്ഞ് തന്നെയാണ് അത്യാവശ്യം മിക്കവർക്ക് അറിയാത്തവന്മാർ കുറെ പേരുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ പക്ഷെ അത് വെറും 5 മിനിറ്റത്തേക്ക് മാത്രം കരച്ചിലൊക്കെ നിർത്തിയിട്ട് അനിമോള് ബാക്ക് ടു ദ ഡ്യൂട്ടി. അനിമോള് ഗെയിമിലേക്ക് വന്നു. അതിനുശേഷം വെസൽ ക്ലീനിങ്ങിനെ പറ്റിയിട്ട് ശോഭ അവിടെ ചൂണ്ടിക്കാണിട്ട് ഇങ്ങനെയാണ് വെസൽ ഇട്ടയക്കുന്നത് പറഞ്ഞ വെസൽ ക്ലീനിങ്ങിനെ പറ്റിയിട്ട് അവിടെ, കാരണം ഈ ഷെഫുകാർക്ക് ഒന്ന് പാത്രം കഴുകി വെക്കായിരുന്നു, പക്ഷെ അവര് പാത്രം കഴുകി വെച്ചില്ല. അതിന്റെ പേരിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ഫസ്റ്റ് സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അങ്ങനെ സ്റ്റാർ കിട്ടുന്നത് സ്റ്റാറിന് ലക്ഷ്മിയാണ് സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷെ ലക്ഷ്മിക്ക് ഇവരുടെ ഫീഡ്ബാക്ക് എടുക്കാം, അതായത് നമ്മുടെ ഗസ്റ്റിന്റെ ഫീഡ്ബാക്ക് എടുക്കാം. അങ്ങനെ ഫീഡ്ബാക്ക് എടുത്തിട്ട് നോറ, അബി, ഒനീല്, ജിഷിൻ, പിന്നെ നെവിൻ, ഷാനവാസ്, അനീഷ്, പിന്നെ അനുമോള്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസും സാബുമാനും അക്ബറിനും ഇത് കൊടുക്കുന്നുണ്ട്, സ്റ്റാർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെസൽ ക്ലീനിങ് ഇഷ്യൂ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മി എന്ത് ചെയ്തു, അനീഷിനെ ഷാനവാസിനെ വെസൽ ക്ലീനിങ്ങിലേക്ക് ഇട്ടു.
ഇതിനുശേഷം ബെഡിന്റെ പേരിൽ, അതായത് ബെഡിന്റെ പേരിലൊക്കെ വിഷയം അവിടെ ഉണ്ടാവുന്നുണ്ട്. ബെഡ് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിഷയം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെയാണ് ബെഡ്, അങ്ങനെ ബെഡ് ശോഭ ചൂസ് ചെയ്യുന്ന അനിമോളുടെ ബെഡിൽ കിടക്കണം എന്നാണ്. അപ്പം എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഹിഞ്ച്, നല്ലൊരു ഹിഞ്ചാണ് ശോഭ അവിടെ ഇട്ട് കൊടുക്കുന്നത്. ശോഭ ഗെയിമും കളിക്കുന്നുണ്ട്, ചാലഞ്ചേഴ്സ് ആയിട്ടാണ് ശോഭ വന്നിട്ടുള്ളത്. ഗെയിമും കളിക്കുന്നുണ്ട്, ഹിഞ്ചും കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ എന്തോ, സീരിയസ്ലി അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ. അതും ശോഭയാണെങ്കിൽ അനിമോളുടെ ബെഡ് തന്നെ ചോദിച്ചു വാങ്ങിച്ചു. ശോഭ അനിമോളുടെ ബെഡ് തന്നെ ചോദിച്ചു വാങ്ങിച്ചു. അനിമോളുടെ ആണോ ജിസൈലിന്റെ ആണോ, ഇത് ഏതൊരു ബെഡ് എനിക്ക് മനസ്സിലായത് അനിമോളുടെ ബെഡാണെന്നാണ്. അനിമോളുടെ ബെഡ് തന്നെ ചോദിച്ചു വാങ്ങിച്ചു. അപ്പൊ തന്നെ ഹിഞ്ച്. ഒന്നാമത്തെ കാര്യം, ഈ ആര്യനെ കൊണ്ട് അക്ബറിനെ കൊണ്ട് സാരി തുമ്പ് പിടിപ്പിച്ചു. രണ്ടാമത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാച്ചി എടുത്ത് ഷിയാസ് വെളിയിലിറങ്ങും. മൂന്നാമത്തെ ഹിഞ്ച് എന്ന് പറയുന്നത് ഈ ബെഡ് ചൂസ് ചെയ്തു. മെയിൻലി എടുത്തു നിൽക്കുന്ന ഈ ഹിഞ്ചുകളാണ്. ഇവർക്ക് മനസ്സിലാവുമെന്തോ. അനിമോക്ക് എന്തായാലും അത്യാവശ്യം എന്തൊക്കെയാ മനസ്സിലായിട്ടോ. പ്ലാച്ചി എടുത്ത് ഇടുന്നപ്പോഴേക്കും മനസ്സിലായിട്ടുണ്ട് അനിമോളുടെ ഗെയിം എന്താണത്. കാരണം ഷിയാസ് മെയിൻലി അനിമോളെ ചെയ്യിപ്പിക്കാൻ തന്നെയാണ് നോക്കുന്നത്. കാരണം അനിമോൾ ഇത്രയും നല്ല പ്ലാച്ചി വെച്ചാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പ്ലാച്ചി പോയപ്പോൾ ഇനി അനിമോളെ ഒറ്റയ്ക്ക് ഗെയിം കളിപ്പിക്കാനാണ് ഷിയാസ് അവിടെ നോക്കുന്നത്. അനിമോളെ ജയിപ്പിക്കാൻ തന്നെയാണ് ഷിയാസ് അവിടെ നോക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല. അനിമോള് ജയിക്കണം ഷിയാസിന് ആഗ്രഹമുണ്ട്. പല പ്രാവശ്യവും അതിനുള്ള ഇത് സൂചന പോലെ ഷിയാസ് പറഞ്ഞിട്ടുണ്ട്. അനിമോള് ഇങ്ങനെ തന്നെയാണ്, എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതെന്ന് ഷിയാസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ശോഭ ഈ ബെഡിന്റെ ഇഷ്യൂയിൽ ഇത് പറയുമ്പോൾ തന്നെ അനീഷിനെ സ്റ്റാച്ചു ആക്കി നിർത്തിയിട്ട് ജിസൈലിനെ കൊണ്ട് അനീഷിനെ മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നു. ശോഭ മേക്കപ്പ് ചെയ്യിക്കുന്നു. എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരും അഖിൽമാരാരെ ശോഭ മേക്കപ്പ് ചെയ്തത്. എല്ലാവർക്കും ഓർമ്മ വരും അഖിൽമാരാരെ ശോഭ മേക്കപ്പ് ചെയ്ത് ഓർമ്മ വരും. എനിക്ക് പെട്ടെന്ന് ആ സീൻ ഒന്ന് ഓർമ്മ വന്നു. അങ്ങനെ അനീഷിനെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് ജിസൈൽ. എന്നിട്ട് അനിമോളെ സ്റ്റാച്ചു ആക്കിയിട്ട് അനിമോളെ ജിസൈലിനെ കൊണ്ട് യക്ഷി മേക്കപ്പ് ഇട്ടിപ്പിച്ചു. അതായത് ഓർമ്മയുണ്ടല്ലോ, ആ ബാഡ്ജ് കിട്ടി ജിസൈലിനെ യക്ഷിയാക്കി തന്നെ തിരിച്ചു കൊടുത്തു. അതായത് അനിമോളെ യക്ഷിയാക്കി മേക്കപ്പ് ജിസൈലിനെ കൊണ്ട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അനീഷും ശോഭയും കൂടെ റാമ്പ് വോക്ക് നടത്തുന്നുണ്ട്. പക്ഷെ അനീഷിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനുള്ള സിറ്റുവേഷൻ വരുന്നുണ്ട്. എന്നിട്ട് ഇവരെല്ലാരും കൂടെ നെവിൻ ഈ സമയത്ത് പോയി കട്ട് മേടിക്കുന്നുണ്ട്. പക്ഷെ നെവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. ഇവരെല്ലാരും ലഞ്ച് കഴിക്കുന്നത് വൈകിട്ടാണ്. വൈകിട്ട് 5 മണി 6 മണിക്കാണ് ഇവർ ലഞ്ച് കഴിക്കുന്നത്. ഗസ്റ്റ് എല്ലാം ലഞ്ച് കഴിക്കുന്നത് 5 മണിക്ക്. ഇവരൊക്കെ വൈകിട്ട് 6 മണിക്കൊക്കെയാണ് ലഞ്ച് കഴിക്കുന്നത്. അപ്പം നെവിനെ കട്ടിരുന്നതിന് കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം നെവിന് കട്ട് കഴിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ ഈ 5 മണിക്കൊക്കെയാണ് ലഞ്ച് കഴിക്കുന്നത്. ഗസ്റ്റിനൊക്കെ ഈ ടൈമിലാണ് ലഞ്ച് കൊടുക്കുന്നത്. ലഞ്ച് നല്ല ഡിലേ ആയിപ്പോയി ഇന്നത്തെ ദിവസം. അത് ഇവർ കിടക്കാനും നല്ല ഡിലേ ആവുന്നുണ്ട്. ഇന്ന് 3 മണി 4 മണിയിലേക്ക് ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അനീഷ്. അങ്ങനെ ആര്യൻ എന്ത് ചെയ്തു, ആര്യൻ അവിടെ ലഞ്ച് ടൈമിൽ ഷിയാസിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോ അവിടെ ലഞ്ചിന്റെ പേരിൽ അവിടെ ആഹാരം എടുത്തോണ്ട് പോക്കും കാര്യങ്ങളൊക്കെ, കിച്ചണിൽ ഭയങ്കര അലമ്പും ബഹളവുമായിട്ട് ഇവരെല്ലാരും കൂടെ അലമ്പും ബഹളവുമായിട്ട് ലാസ്റ്റ് ആയപ്പോഴേക്ക് ടാസ്ക് ഏകദേശം ഒരു പരിവായി, ടാസ്ക് കുളമായി. കഴിഞ്ഞ സീസൺ 6 ആ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നത് ലാസ്റ്റ് എൻഡ് ഓഫ് ദ ടാസ്കിലായിരുന്നു. ഇതിപ്പം ടാസ്ക് മൊത്തത്തെ അങ്ങ് കുളമായി പോയി, സീരിയസ്ലി. അങ്ങനെ ടാസ്ക് കുളമാക്കി. ഒരു കൈ പിടിച്ച് കൂടുതൽ കിച്ചണിൽ ഇഷ്യൂ കാരണം. അങ്ങനെ അടുത്തത് പിന്നെയും സ്റ്റാർ വിതരണം ചെയ്യുന്നുണ്ട്. അനീഷും ഷാനവാസും ബിന്നി ഒനീൽ ജിഷിൻ. ഇതിൽ ബിന്നി ഒനീൽ ജിഷിൻ ജിസൈൽ ഇവർക്ക് 2 സ്റ്റാർ വീതം കിട്ടുന്നുണ്ട്. ഓരോരുത്തർക്ക് 2 സ്റ്റാർ വീതം കിട്ടുന്നുണ്ട്. പിന്നെ റെനക്കും സ്റ്റാർ ഇവിടെ കിട്ടുന്നുണ്ട്. ഏകദേശം ഇപ്പൊ എല്ലാവർക്കും ഏകദേശം സ്റ്റാർ ആയിട്ടുണ്ട് കേട്ടോ. ഓരോ സ്റ്റാർ വീതം കിട്ടിയിട്ടുണ്ട്. ലക്ഷ്മി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഏകദേശം ഓരോ സ്റ്റാർ വീതം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാനിച്ച് അവർക്കും കിട്ടി. ഓനിലും നമ്മുടെ നൂറ അബിക്കൊക്കെ സ്റ്റാർ കിട്ടി. എല്ലാവർക്കും സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജിസൈലിന് കൊടുത്തതിൽ വിഷയം ഉണ്ടാക്കുകയാണ്. അക്ബർ വിഷയം ഉണ്ടാക്കുകയാണ്. കാരണം ടോക്കും പിടിച്ച് ചുമ്മാ നടക്കുന്നതിന് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു 2 സ്റ്റാർ വീതം കൊടുത്തത് ലക്ഷ്മിയോട് എല്ലാവരും പോയി ചോദിക്കുന്നുണ്ട്. അനീഷ് അപ്പം ഗെയിം ഓൺ ആക്കി. അതായത് അനീഷും ലക്ഷ്മിയെ നല്ലപോലെ പന്നിക്കിടുന്നുണ്ട്. അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നതാണ്. അപ്പം അവിടെ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അങ്ങനെ ഇതിനുശേഷം ഈ ആദിലേക്ക് ഒരു അമൂല്യ വസ്തുവും കൊണ്ടാണ് ഇവര് ഗസ്റ്റ് വന്നത്. ഈ അമൂല്യ വസ്തു ആദിലേക്ക് സ്വന്തമാണ്. പക്ഷെ അതിന് പവറുണ്ട്. അതായത് അമൂല്യ വസ്തുവിന് പവറുണ്ട്. ആ പവർ യൂസ് ചെയ്ത് ലക്ഷ്മിയുടെ എല്ലാ പവറും ആദില ഒന്ന് റിവോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് ഫ്രീസ് ചെയ്യാണ് അവിടെ. ഇതിനുശേഷം പക്ഷെ അത് ഒരു തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല.
അതിനുശേഷം സ്റ്റാർ കിട്ടിയതിന്റെ പേരിൽ അവിടെ അടി ഉണ്ടാവുകയാണ്. എല്ലാവരും കൂടെ ലക്ഷ്മിയെ പന്നിക്കിടുകയാണ്. ആൻഡ് അതിനുശേഷം അനീഷ് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അത് ശോഭയ്ക്ക് എഗെയിൻസ്റ്റ് ആണ് പറയുന്നത്. ഈ വന്ന ഗസ്റ്റ് എന്നെ ഹരാസ് ചെയ്ത്, പേഴ്സണലി എന്നെ ഹരാസ് ചെയ്ത്, എന്നെ കൊണ്ട് ഇത്രയും ചെയ്യിപ്പിച്ചു, എന്നിട്ട് എനിക്ക് ഒരു സ്റ്റാർ വിതോണം തന്നത്, ഞങ്ങൾ ഇത്രയും പണിയെടുത്തു, എന്നിട്ട് പക്ഷെ അനീഷ് പറയുന്നതിന് ന്യായമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഇത്രയും പണിയെടുത്തിട്ട് ഒരു സ്റ്റാർ ഇല്ല. ജിസേൽ എന്ത് പണിയെടുത്തിട്ടാണ് ഒരു സ്റ്റാർ വീതം കൊടുത്തത്? ഈ ഒനിയില് അവര് എന്തോ ഫുഡ് സാക്രിഫൈസ് ചെയ്തു എന്ന് പറഞ്ഞാണ് അവർക്ക് 2 സ്റ്റാർ വീതം കൊടുത്തത്. കിച്ചണിൽ നിൽക്കുന്നവര് ഫുഡ് എത്ര മണിക്കാണ് കൊടുത്തത്? അതിനേക്കാൾ അവിടെ വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നത് സാബുമാനെ കൊടുക്കായിരുന്നു 2 സ്റ്റാർ. ചുമ്മാ അവിടെ നിൽക്കണം. കാരണം അവിടെ ഈ നെവിൻ പോയിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കുമ്പോൾ സാബുമാൻ ആണെങ്കിൽ വേർത്ത് കുളിച്ചൊരു പരിമോയി. അപ്പൊ സാബുമാനെ കൊടുക്കായിരുന്നു 2 സ്റ്റാർ. പേഴ്സണലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. സാബുമാനെ കൊടുക്കായിരുന്നു 2 സ്റ്റാർ. എന്നിട്ട് അവിടെ എന്റെ ഇടയ്ക്ക് പോയിട്ട് അബിയും നൂറൊക്കെ സാബുമാനെ കാലിത്തോട്ട് തൊഴുന്നുണ്ട്, കോയിൻ ഇട്ടിച്ച് സാബുമാൻ അനക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ സാബുമാനാണെങ്കിൽ അവിടെ സിൻസിയറായിട്ട് ഇപ്പം തന്ന റോൾ ഇത് സാബുമാൻ മാത്രമേ ഉള്ളൂ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഒരു ഇതുണ്ട്. അങ്ങനെ ഭയങ്കര അനീഷ് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ശോഭയ്ക്ക് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നുണ്ട്. അനീഷ് അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് പോയിട്ട് നെവിൻ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുമ്പോൾ നെവിൻ പോയിട്ട് ആട്ടുന്നൊക്കെയുണ്ട്. ശോഭ പറഞ്ഞു വിട്ടാണ് അത്. അങ്ങനെ അനീഷ് കുത്തിയിരിപ്പ് സമരം അവിടെ നടത്തുകയാണ്. രാത്രി വരെ കുത്തിയിരിപ്പ് സമരം നടത്തണം. എന്നിട്ട് ശോഭ എന്ത് ചെയ്തു? ഫുഡ് കഴിക്കാതെ അനീഷിനെ കൊണ്ടുപോയിട്ട് താലപ്പൂലി കൊടുക്കും പോലെ ഫുഡ് കഴിക്കും അനീഷ്. അനീഷ് ആണെങ്കിൽ ചട്ടമ്പിസ്വാമി ഇരിക്കും പോലെ ഇങ്ങനെ ഒരു ധ്യാനത്തിൽ ഒരു ഇരിപ്പാണ്. എന്നിട്ട് ഇതിന്റെ ഇപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾ ഇയാളെ വലിയ പണി കൊടുത്ത് നോമിനേഷൻ പവർ എടുത്ത് കളഞ്ഞു, അതുകൊണ്ടാണ്. അപ്പൊ തുടങ്ങി അനീഷ് ബഹളം. അനീഷിന്റെ തൊണ്ട അടിച്ചുപോയി. അങ്ങനെ അനീഷ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം കൊടുക്കുന്നുണ്ട്. ഷിയാസ് പിന്നെ അനീഷ് ഒട്ടും ഇതില്ല. ഷിയാസ് പോയി സംസാരിക്കുന്നുണ്ട്, കഴിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല. അതിനിടയ്ക്ക് ആര്യം പറയുന്നത് ഇതൊക്കെ അവന്റെ ഗെയിമാണ്. ഇതിനിടയ്ക്ക് ആര്യൻ നടക്കുന്ന കോസ്റ്റയാണ് കേട്ടോ. ആര്യൻ ഇപ്പോഴും എല്ലാവരും ഒരു ഇത് വെച്ച് ആര്യം ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവരും അവരെങ്ങനെയും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ആര്യനാണെങ്കിൽ ഒരു സീരിയസ്ലി പറയാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ആര്യൻ ആപ്റ്റ് അല്ല. ആര്യനാണ് ഈ സത്യം പറഞ്ഞാൽ ജയിലിൽ പോയത് ശരിക്കും ആര്യനാണെന്ന് ഫീൽ ചെയ്തു പോയി ഈ ഒരാഴ്ച. അങ്ങനെ അവരെ കഴിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഇവരെല്ലാവരും കിടക്കാൻ പോവാണ്. ലാസ്റ്റ് ഗുഡ് നൈറ്റ്, ഷിയാസിനോട് ഗുഡ് നൈറ്റ് പറയുമ്പോൾ ശോഭ തിരിച്ച് അനീഷിനോട് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. അപ്പം അനീഷ് മൈൻഡ് ചെയ്യാതെ പോവാണ് ശോഭേനെ. അപ്പൊ ശോഭയ്ക്ക് നല്ല ഹേർട്ടായി. അങ്ങനെ ഇവര് കിടക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിലാണ്. അപ്പൊ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് ശോഭ അനീഷിനെ വിളിച്ച് സംസാരിക്കാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ അനീഷും ശോഭയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അനീഷും ശോഭയാണെങ്കിൽ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് അനീഷിനോട്. ശോഭ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന അനീഷിനെ ആയിരുന്നു ആ ഒരു സിറ്റുവേഷന് മുമ്പ്, പക്ഷെ അപ്പൊ എനിക്കൊരു പേഴ്സണലി ഹേർട്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നുണ്ട്. അനീഷ് തിരിച്ച് അപ്പോളജൈസ് പറയുന്നുണ്ട്. ശോഭ അവിടെ കിടന്ന് കരയുന്നുണ്ട്. രാത്രി വെളുപ്പിന് 3 മണിക്കാണ് എന്തോ നടന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് എൻഡ് ചെയ്യുന്നത്. ഹോട്ടൽ ടാസ്ക് ആദ്യത്തെ ദിവസം തന്നെ കുളമായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, നാളെ റിയാസ് വരുമെന്നാണ് അറിയുന്നത്. റിയാസ് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവുമോ? ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടൽ ടാസ്ക് എന്നൊക്കെ പറയുന്നത് ഗെയിം ചേഞ്ച് ഉണ്ടാക്കുന്ന ടാസ്ക് ആണ്. ഉദാഹരണം പറയാനാണെങ്കിൽ 50ാമത്തെ ദിവസത്തിന് ശേഷം ഹോട്ടൽ ടാസ്ക് ഇവർക്ക് വന്നു. ജുനൈസ് മാനേജറായി. 50ാമത്തെ ദിവസം മുതലാണ് ജുനൈസിന്റെ ഗെയിം ചേഞ്ച് ആയി പോയത്. ആ ജുനൈസിന്റെ ഗെയിം ചേഞ്ചിൽ പെട്ടാണ് സാഗറും അതുപോലെ തന്നെ വിഷ്ണുവും എവിക്റ്റ് ആയി പോകുന്നത്. ജുനൈസിന്റെ ഗെയിം ചേഞ്ച് ആയി പോയി. ജുനൈസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹോട്ടൽ ടാസ്കിന് ശേഷം ജുനൈസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതുപോലെ തന്നെ സീസൺ 6 ജാസ്മിനെയും ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവുന്നതും ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവുന്നത് അൻസിബ എവിക്റ്റ് ആവാനും മെയിൻ കാരണം ഏകദേശം ഇതേ സംഭവം തന്നെയാണ്. ഈ ഒരു ഹോട്ടൽ ടാസ്ക് എന്ന് പറയുമ്പോൾ ഇവരെ ഗെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണ്. ഇവരെ ഗെയിം ഉറപ്പായിട്ട് ഇതിൽ ചേഞ്ച് ആവും. ഇവിടെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ ഗെയിം ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അനുമോള് പ്ലാച്ചിന്ന് റീ എൻട്രി ചെയ്യോ, സീക്രട്ട് റൂമിൽ നിന്ന് ഇതെല്ലാം കണ്ടിട്ട് റീ എൻട്രി ചെയ്യോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. അനുമോളുടെ പ്ലാച്ചി ഇനി എങ്ങനെയായിരിക്കും വരികയാണ്. പക്ഷെ അനുമോളുടെ പ്ലാച്ചി ഇനി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതാണ് ഞാൻ പറയുന്നത്. അനുമോൾ ഗെയിം കളിക്കട്ടെ, ഗെയിം കളിക്കട്ടെ. അനുമോൾ ഗെയിം കളിക്കാനൊക്കെ അറിയാനിട്ടല്ല. അനുമോൾ ഗെയിം കളിക്കട്ടെ. ഗെയിം കളിച്ചിട്ട് ടോപ്പ് 5 വരട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ കണ്ടന്റ് കൊടുക്കുന്നത് ആ അനുമോൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം പ്ലാച്ചി എന്ന് പറയാം. അല്ല, വേറെ അനുമോൾ മാത്രമേ കണ്ടന്റ് കൊടുക്കുന്നുള്ളൂ, വേറെ ആരും കണ്ടന്റ് കൊടുക്കുന്നില്ല. അപ്പം അനുമോൾ ഇറങ്ങി ഗെയിം കളിക്കുകയാണെങ്കിൽ അത് എത്ര നല്ലതാണ്.
പ്ലാച്ചി പോയിട്ട് നല്ല വിഷമമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഗെയിം കളിക്കട്ടെ, അതുപോലെ തന്നെ എല്ലാവരുടെ ഗെയിം ചേഞ്ച് ആകട്ടെ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഏകദേശം ഈ സത്യം പറഞ്ഞ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ നെവിൻ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഫീലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നെവിൻ ഇന്നലത്തെ ആ ഒരു ഷാനവാസ് പറഞ്ഞ ആരോപണത്തിൽ നെവിൻ അപ്പാടെ തളർന്നുപോയി. നെവിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സാഡ്നെസ് ആഡായി. കാരണം നെവിന്റെ മുഖം ഒരുമാതിരി ആയിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ നെവിൻ ഡോക്ടറാണെന്നൊക്കെ അനീഷ് അനൗൺസ് ചെയ്യുമ്പോൾ നെവിൻ കോച്ചിനെങ്കിലും കാണിക്കും. പക്ഷെ നെവിൻ അപ്പാടെ സൈലന്റ് ആയിപ്പോയി. പക്ഷെ നെവിൻ കുറച്ചും കൂടെ എന്റർടൈൻഡ് ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു. പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നെവിൻ ഗെയിം കളിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നെവിൻ മാറി, നെവിൻ ഗെയിം കളിക്കട്ടെ, പ്ലസ് എന്റർടൈൻമെന്റ് ഫാക്ടറും നെവിൻ കൊടുക്കട്ടെ. അപ്പം ഇനി നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നാളെ ഹോട്ടൽ ക്ലാസ്സിലെ 2ാം ദിവസം പുതിയ അതിഥികൾ വരും എന്നൊക്കെ അറിയുന്നുണ്ട്. നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന്. സോ താങ്ക് യു ഓൾ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.